ഓണം വൈബാക്കാം ഈസി സ്റ്റോറിനൊപ്പം. ഈ ഓണത്തിന് ഈസി സ്റ്റോറിൽ നിന്നും വമ്പിച്ച വിലക്കുറവിൽ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യൂ, നേടൂ മറ്റൊരു സ്മാർട്ട് ഫോൺ, വാഷിംഗ് മെഷീൻ, എയർ ഫ്രയർ, മിക്സി, 32 ഇഞ്ചിന്റെ LED TV, സൗണ്ട് ബാർ തുടങ്ങി ഒട്ടനവധി ഐറ്റംസ്. കൂടാതെ നേടാം 10,000 രൂപ വരെ വില വരുന്ന ആക്സസറീസ് ഓണക്കിറ്റ്. 65 വാട്ട്സ് കേബിൾ കിറ്റിന് ഓണം ഓഫറിൽ വെറും 999 രൂപ. 9,999 രൂപ വില വരുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക്, നെക്ക് ബാൻഡ്, കാർ ചാർജർ, 20 വാട്ട്സ് കേബിൾ കിറ്റ് കോംബോയ്ക്ക് ഈസി ഓണം വൈബ് ഓണത്തിൽ വെറും 1999 രൂപ. കുമ്പളങ്ങി നവജീവൻ പ്രേക്ഷക സംഘത്തിന്റെ ഓണാഘോഷം നടത്തി. കുമ്പളങ്ങി നവജീവൻ പ്രേക്ഷക സംഘത്തിന്റെ ഓണാഘോഷവും വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച വ്യക്തികളെ ആദരിക്കലും ഓഗസ്റ്റ് 31 രാവിലെ 11 മണിക്ക് നാടക സിനിമാ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ നടി പൗളി വത്സൻ ഉദ്ഘാടനം ചെയ്തു. അതൊരു നല്ല കാര്യത്തിൽ നമ്മൾ ഓണം മറന്നു പോകുന്ന സമയത്തും ഇവിടെ നിന്ന് കിട്ടിയ ആ സ്നേഹം അത് നമ്മൾ ഓർക്കും. അടുത്ത വർഷം വരുമ്പോഴും ഞങ്ങളുടെ ഓണത്തിന് ഞങ്ങൾക്ക് കിറ്റൊക്കെ കിട്ടും. അതൊരു സന്തോഷമാണ് എല്ലാവർക്കും. നമ്മളിപ്പോ പട്ടിണിക്കാരായാലില്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ സ്വന്തത്തിലാണ് ജീവിക്കണം. പട്ടിണി ഉണ്ടാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ചെറുതായിരുന്ന സമയത്ത്. അടുത്ത വീട്ടിൽ കഞ്ഞി വേകുമ്പോ കഞ്ഞി തിളക്കണം മണം കേട്ട് ഉമിനീരൊക്കെ ഇട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അതായിരുന്നു പട്ടിണി. ഇപ്പൊ അങ്ങനെയല്ല, ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണം. 3 ദിവസം 4 ദിവസവും ഭക്ഷണം കഴിക്കാണ്ട് ഛർദ്ദിച്ച് വീട്ടിലേക്ക് നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥകളായിരുന്നു എന്റെ ചെറുപ്പകാലം. ഞങ്ങള് 7 മക്കളായിരുന്നു. ഇതിന്റെ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. പ്രസിഡന്റ് മേരി റേച്ചൽ അധ്യക്ഷത വഹിച്ചു. ഓണസന്ദേശം ഫാദർ ആന്റണി കാനപ്പള്ളി OCD യേശുഭവൻ കണിച്ചുകുളങ്ങര നൽകുകയുണ്ടായി. കഴിഞ്ഞ 10 വർഷമായി നവജീവൻ പ്രേക്ഷക സംഘം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വലിയൊരു കൈത്താങ് ആണെന്ന് ഓണസന്ദേശത്തിൽ ഫാദർ ആന്റണി കാനപ്പള്ളി പറഞ്ഞു. കാരണം ഓണാഘോഷം കേരളത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ സന്തോഷ സുദിനമാണ്. നമ്മളിവിടെ വേറെ തരത്തിലുള്ള ആരാധനകളൊന്നും നടത്തുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ഈ ദിവസത്തെ ഓർമ്മിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു പ്രവൃത്തിയില് പങ്കുചേരുകയാണ്. ജോൺസനെയും റേച്ചലിനെയും ഞാൻ അറിയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 12 വർഷങ്ങളായി. ദൈവം നമ്മുടെ കൊച്ചി നഗരത്തിന്, പ്രത്യേകിച്ച് ഈ ചെല്ലാനം ഈ തീരപ്രദേശത്തിന് നൽകിയിരിക്കുന്ന 2 മുത്തുകളാണ്. തായ്വാനിൽ നടന്ന ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പള്ളുരുത്തി സ്വദേശിയും സെന്റ് അലോഷ്യസ് ISC കോൺവെന്റ് കായിക അധ്യാപകനും വെങ്കല മെഡൽ ജേതാവുമായ സുമേഷിന് VGA കിൻഫ്രയുടെ ചെയർമാൻ പൊന്നാടയും മൊമെന്റോയും ക്യാഷ് അവാർഡും മെഡലും നൽകി ആദരിച്ചു. അഖിലേന്ത്യാ മെഡിക്കൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നിതിക കെ പാട്രിക്കിനെ കുമ്പളങ്ങി സാന്റ് ജോസ് ഇടവക വികാരി ഫാദർ ആന്റണി തളുതറ പൊന്നാടയും മെഡലും മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. നവജീവൻ പ്രേക്ഷക സംഘത്തിന്റെ യൂത്ത് വിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സെയിന്റ് തമ്പ്രൻ, കൊച്ചി മണ്ഡലം കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ജലി ആൻസനെയും ആദരിക്കുകയുണ്ടായി. കൂടാതെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരവ് നൽകി. ഓണക്കിറ്റുകളുടെ വിതരണം മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാണും കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലറുമായ ഷീബാലാൽ നിർവഹിച്ചു. ആശംസകൾ നേർന്നുകൊണ്ട് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മേരി ഹർഷയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാർട്ടിൻ ആന്റണിയും സംസാരിച്ചു. ജോൺസൺ വള്ളനാട്ട് സ്വാഗതവും സാന്ദ്ര ആഷിൽ നന്ദിയും പറഞ്ഞു. ഫ്രാൻസിസ് സേവ്യർ, ബെന്നി പുളിക്കൽ, ഫ്ലോറി കുഞ്ഞപ്പൻ, ജെസ്സി ജോസഫ്, മേരി അഞ്ജിത, ചിന്ന സൈമൺ, റീന കുമാർ, ഷീന കവിരാജ്, മേഴ്സി കുഞ്ഞുകുഞ്ഞ്, ഡെലി സേവ്യർ, ഷിജി സ്റ്റീഫൻ, ഷീബ ബിനു, കൊച്ചുമോൾ, സുനി ജോജോ, കുറുപ്പശ്ശേരി ഡേവിഡ് സോണി, ഭാസ്കരൻ സ്റ്റീഫൻ, ഇളംപ്ലാവിൽ ആന്റണി വള്ളനാട്ട് എന്നിവർ നേതൃത്വം നൽകി. രോഗികൾ ഉൾപ്പെടെ 750 പേർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യയും നൽകി. അതുപോലെ തന്നെ റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ കൂട്ടായ്മയെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. കൂടാതെ നമ്മുടെ ഈ ഓണാഘോഷം നവജീവൻ പ്രേക്ഷക സംഘം തുടക്കം കുറിച്ചത് പള്ളൂരിലെ ചിറക്കലുള്ള സെന്റ് അലോഷ്യസ് സ്കൂളിൽ അവിടുത്തെ കുട്ടികളും ടീച്ചേഴ്സും സ്റ്റാഫും എല്ലാവരും കൂടി നമ്മളിപ്പോൾ
ആദരിക്കുന്നുണ്ട്. കൂടാതെ കൊച്ചി യൂത്ത് വിങ് നവജീവൻ പ്രേക്ഷക സംഘത്തിന്റെ മെമ്പറായി തെരഞ്ഞെടുത്ത കൺവീനറായി തെരഞ്ഞെടുത്ത നമ്മുടെ എല്ലാവരും സ്വന്തം മകളും നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരിയുമായ ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി.